Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Prayer പറഞ്ഞു കേട്ടോ. ആദ്യത്തെ കിരണങ്ങൾ ധരണികം മടിത്തട്ടിൽ ആലേഖനം ചെയ്യാനൊരുങ്ങും നേരം. ആദ്യത്തെ കിരണങ്ങൾ ധരണികം മടിത്തട്ടിൽ ആലേഖനം ചെയ്യാനൊരുങ്ങും നേരം. മടിയാതെ ഉണരുവാനൊരുമിച്ചു പഠിച്ചു വളരുവാൻ കനിവേകണം. മടിയാതെ ഉണരുവാനൊരുമിച്ചു പഠിച്ചു വളരുവാൻ കനിവേകണം. ആദ്യത്തെ കിരണങ്ങൾ ധരണി തമ്മടിത്തട്ടിൽ ആലേഖനം ചെയ്യാനൊരുങ്ങും നേരം. സൈനിങ് ആൻഡ് ഔട്ട് ഓഫ് ദി ഡേ പറഞ്ഞു കേട്ടോ. Good morning, everyone. I am Liji Raji. Today, I am going to sign in all of you into this class. A warm welcome to our beloved teacher and students. In this class, we are going to learn something different for the future. Let's begin the class. Thank you. Out of the day. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ യൂണിറ്റ് 8 ചൈൽഡ് വെൽഫെയർ സ്റ്റാർട്ട് ചെയ്തോ? Yes, ma'am. അവിടെയല്ലേ നമ്മൾ നിൽക്കുന്നത്? ഓക്കെ, ഞാൻ പറഞ്ഞു കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും അമൂല്യമായിട്ടുള്ള വ്യക്തികളാണ്. സോ അവരുടെ വെൽഫെയർ, അവരെ കെയർ ചെയ്യുക, അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഉത്തരവാദിത്തമാണ് കുട്ടികളുടെ ക്ഷേമവും കാര്യങ്ങളും. ഞാൻ കുറച്ച് എന്താ പറയാ അവകാശങ്ങളെ കുറിച്ച്, കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും അമൂല്യമായ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? കുഞ്ഞുമക്കളാണ്. സുരക്ഷിതമായ ബാല്യം ഏതൊരു കുട്ടിയുടെയും അവകാശമാണ്, ജന്മാവകാശമാണ്. സാധാരണയായി നമ്മൾ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ, സോറി താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ കുട്ടികൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരാറ്, അല്ലെ? സോ ആദ്യത്തെ പാരഗ്രാഫ് ഒക്കെ വായിച്ചാണോ? എന്താ മാം പറഞ്ഞത്? ഒന്നുകൂടി പറയാമോ? ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചിട്ടുണ്ടായിരുന്നോ? വായിച്ചാണോ? ഓക്കെ, ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി മുതൽ എടുക്കണം അല്ലെ? ശരിക്കും പറഞ്ഞാൽ കുട്ടി ഫാമിലി തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ട്. കാരണം കുട്ടിയുടെ പ്രൈമറി എഡ്യൂക്കേറ്റർ ആണ് ആര്? ഫാമിലി. ഫാമിലിയാണ് കുട്ടിയുടെ വെൽഫെയറിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നത്. ആരാണ്? ഫാമിലിയാണ് അല്ലെ? അപ്പോ കുട്ടി ഏത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, വളർന്നു വരുന്നത് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല ഹെൽത്തി ആൻഡ് കെയറിങ്, ലവിങ് ഒരു ഫാമിലി എൻവയോൺമെന്റിൽ നിന്നാണ് കുട്ടി വളർന്നു വരുന്നതെങ്കിൽ ആ കുട്ടിയിൽ നല്ല പോസിറ്റീവ് ഡെവലപ്മെന്റ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സപ്പോസ് കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കുറച്ച് പുവർ ആണ്, മേ ബി സിംഗിൾ പാരന്റ് ആണ് കുട്ടിക്കെങ്കിൽ, അല്ലെങ്കിൽ മേ ബി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയിൽ
ഈ നെഗറ്റീവ് ബിഹേവിയർ വരും. അപ്പോ സോ ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആണ് കുട്ടിയുടെ ലൈഫിൽ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടികൾക്ക് സ്വയം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അറിയില്ല, അല്ലേ? കുട്ടികൾക്ക് സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ അറിയോ? ഇല്ല. സോ അത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കല്ലേ? പാരന്റ്സ് അല്ലേ? ഫാമിലി മെമ്പേഴ്സ് അല്ലേ? The family surrounding the child has an important role in his welfare. ഫാമിലിയുടെ ചുറ്റുപാടും കുട്ടിയുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു റോള് വഹിക്കുന്നുണ്ട്. The family background is not good. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഗുഡ് അല്ലെങ്കിൽ it is likely to affect the child's life and development. കുട്ടിയുടെ ലൈഫിനെയും ഡെവലപ്മെന്റിനെയും അത് ഡയറക്ട്ലി എന്ത് ചെയ്യും? അഫക്ട് ചെയ്യും. Therefore, schemes for the welfare of the children are to be extended to the family and minimum family well-being is to be ensured. നമ്മൾ കുട്ടികളുടെ വെൽഫെയർ എന്ന് പറയുന്നത് ഫാമിലിയിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ ഒരു മിനിമം ഫാമിലി വെൽബീയിങ് എല്ലാ ഫാമിലികളിലും ഉറപ്പ് കൊടുക്കണം. ഫാമിലി ഹാസ് ടു പ്രൊമോട്ട് ഹെൽത്തി ഹാബിറ്റ് ഇൻ ചിൽഡ്രൻ. ഫാമിലിയാണ് കുട്ടികളിലെ ഹെൽത്തി ഹാബിറ്റ്സ് കുട്ടികളിലെ പ്രൊമോട്ട് ചെയ്യുന്നത്. എന്തെല്ലാമാണ് ഹെൽത്തി ഹാബിറ്റ്സ്? ഹെൽത്തി ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? അറിഞ്ഞൂടാ? ഓക്കെ, ഹെൽത്തി ഹാബിറ്റ്സിന്റെ ഒരു ആക്ഷൻ സോങ് നിങ്ങൾ ചെയ്തിട്ട് വന്നോട്ടെ നെക്സ്റ്റ് ക്ലാസ്സിൽ. പല്ല് തേക്കുക, കുളിക്കുക, അങ്ങനെയൊക്കെ ഉള്ളതാണോ ഹെൽത്തി ഹാബിറ്റ്സ്? അതെ, ഹെൽത്തി ഹാബിറ്റ്സ് അല്ലേ? ബ്രഷ്, ബാത്ത് എവരിഡേ, ബ്രഷ് യുവർ ടീത്ത് ബിഫോർ എന്താണ് മോർണിംഗിലും നൈറ്റും നമ്മൾ ബ്രഷ് ചെയ്യുക. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ് ആൻഡ് ബിഫോർ ആഫ്റ്റർ ഗോയിങ് ഫ്രം അല്ല നമ്മള് ടോയ്ലറ്റിൽ പോയതിനു ശേഷം. പിന്നെ കോംബ് യുവർ ഹെയർ, കട്ട് യുവർ നെയിൽ, അങ്ങനെ കുറച്ച് ഹെൽത്തി ഹാബിറ്റ്സുകൾ ഉണ്ട് അല്ലെ? അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ സോങ് എല്ലാവരും പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, പ്രസന്റ് ചെയ്യാം. The family has to promote healthy habits in children. കുട്ടികളിലെ ഹെൽത്തി ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? ഫാമിലീസ് ആണ്. The health of an individual depends on what he does and not what he knows. എന്നുവെച്ചാൽ ഹെൽത്ത് കുട്ടി എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാം എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓഫ് കോഴ്സ് പേഴ്സൺ ഹെൽത്ത് ഹാബിറ്റ്സ്, ആപ്റ്റിറ്റ്യൂഡ് and goals are result of his learning experience. കുട്ടി പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളുടെ കുട്ടികൾ നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് വയസ്സ് വരെ സാധാരണ നമ്മളുടെ ഫാമിലി എന്താ പറയാ സറൗണ്ടിങ്സിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അവർ എന്ത് ചെയ്ത് ഫോളോ ചെയ്ത്. മേ ബി എന്താണ് നഴ്സറിയിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞാൽ അവരിൽ ഹെൽത്തി ഹാബിറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും, ഇല്ലേ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യുന്നത്. അത് നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യണമെന്നില്ല. പക്ഷെ കുട്ടി സ്കൂളിൽ പോയി തുടങ്ങി അവിടെ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വീട്ടിൽ വരുമ്പോഴും അതേ ശീലം അവർ ആവർത്തിക്കുന്നത് കാണാറില്ലേ? ഇല്ലേ? അപ്പൊ നമ്മള് ഓക്കെ, അപ്പൊ ടീച്ചർ പറയുമ്പോ കുട്ടികളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളും നാളെ ദിവസം മോണ്ടിസോറി ഫാക്കൽറ്റീസ് ആയിട്ട് ഫെസിലിറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. സോ ആ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്തെല്ലാമാണ് ഹെൽത്തി ഹാബിറ്റ്സ്, അതെങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇറ്റ് ഈസ് ദ പ്രൈമറി എഡ്യൂക്കേഷൻ ദാറ്റ് ബിൽഡ് അപ്പ് ഹിസ് ഹെൽത്തി ഹാബിറ്റ് ഇൻ ദ ഫാമിലി. നമ്മൾ കുട്ടിയുടെ ലൈഫിൽ മാത്രമല്ല ഹെൽത്തി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്നത്, ഫാമിലിയുടെ ലൈഫിലും കൂടി ഹെൽത്തി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യും. കാരണം നമ്മൾ കുട്ടീനോട് പറഞ്ഞു കൊടുക്കാണ്, നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കാണ് നൈറ്റ് ബ്രഷ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അപ്പൊ കുട്ടി ഫാമിലി ചെല്ലുന്നു, ഫാമിലി മെമ്പേഴ്സിനോട് പറയുന്നു അമ്മ നൈറ്റ് ബ്രഷ് ചെയ്യണം കേട്ടോ, ബ്രഷ് ചെയ്യാതെ കടന്നു കഴിഞ്ഞാൽ ജേംസ് വരും എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? പാരന്റ്സും അത് ഫോളോ ചെയ്യും, കുട്ടി ചെയ്യാൻ വേണ്ടിട്ട് അത് ഫോളോ ചെയ്യും, ഇല്ലേ? നമ്മൾ ഫാമിലിനെയും ഒരു കുട്ടിയെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലും കൂടെ നമ്മൾ ഫാമിലിനെയും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് ആണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം. എന്താണ് നമ്മുടെ ഹോമിന്റെ റെസ്പോൺസിബിലിറ്റി?
ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണല്ലേ ഹോം എന്ന് പറയുന്നത്, അല്ലേ? നമ്മളുടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള നല്ലൊരു പ്ലേസ്. The family has to teach the children to keep themselves clean and healthy. അപ്പൊ ഫാമിലി ആണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ആയിട്ട് ഇരിക്കേണ്ടത്, ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ടത് എന്നുള്ളത്. They must be taught to പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. Wash their hands before and after meals, after going to the toilet. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ശേഷവും കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. അതേപോലെ തന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്തതിനു ശേഷവും കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. ടേക്ക് ബാത്ത് റെഗുലർലി, നമ്മൾ റെഗുലർ ആയിട്ട് ബാത്ത് ചെയ്യണം. ഹാവ് റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്, കുട്ടികൾക്ക് വേണ്ട ഒരു ഹാബിറ്റ് ആണ് റെഗുലർ ആയിട്ട് ടോയ്ലറ്റ് ഹാബിറ്റ്. ക്ലീൻ ടീത്ത് എവറി മോർണിംഗ് ആൻഡ് ബിഫോർ ഗോയിങ് ടു ബെഡ്. മോർണിംഗും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ടോയ്ലറ്റ് ശീലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സഫിഷ്യന്റ് വാട്ടർ ടു ക്ലിയർ ഔട്ട് ദ സിസ്റ്റം, നമ്മൾ നല്ല രീതിയിൽ ഡ്രിങ്ക് ചെയ്യണം, അല്ലെ? ഇപ്പൊ മഴക്കാലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ വെള്ളം കുടിക്കില്ല, അങ്ങനെ ഒഴിവാക്കി. അത് ഭയങ്കര മടിയാണ് മഴക്കാലമായപ്പോ വെള്ളം കുടിക്കാൻ. കൊടുത്ത വെള്ളമൊക്കെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. പക്ഷെ നമുക്ക് കുടിക്കണം, കുട്ടികളോട് പറയണം മഴക്കാലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെള്ളം കുടിക്കാതിരിക്കരുത്. ഞാനങ്ങനെ നല്ലോണം പറഞ്ഞു കൊടുക്കലാണ്. കിഡ്നി കേടുവരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഇടയ്ക്ക് കുടിച്ചു വരും. പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും പറയാം വെള്ളം കുടിക്കണം കേട്ടോ, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ആ വെള്ളം ഇല്ലെങ്കിൽ ഞാൻ കുടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് വെള്ളം എന്ത് ചെയ്യാം, കുടിപ്പിക്കുക. കാരണം വെള്ളം കുടിച്ചാൽ മാത്രമാണ് നമുക്ക് ഡൈജഷൻ പോസിബിൾ ആവുള്ളൂ. ഓക്കെ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വേസ്റ്റ് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയിൽ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ വേണം. ഓക്കെ ഓക്കെ ഇത് കൂടാതെ നമ്മള് കഫ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ സീസ് ചെയ്യുമ്പോഴും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ സ്പിറ്റ് ചെയ്യുന്നത് ആ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് മാത്രം ഇടാം. സ്പിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ യൂറിനേറ്റ് ചെയ്യുന്നതും ബൗൾ മൂവ്മെന്റ് പാസ് ചെയ്യുന്നതും എന്ത് ചെയ്യാൻ പാടില്ല, പുറത്ത് തുറന്ന് ഓപ്പൺ സ്പേസിലൊന്നും ചെയ്യാൻ പാടില്ല. അതിന് ടോയ്ലറ്റ് അല്ലെങ്കിൽ ടോയ്ലറ്റിന് യൂസ് ചെയ്യാം. നമ്മള് പാദങ്ങള് കവർ ചെയ്യാതെ നടക്കാൻ പാടില്ല. ചപ്പൽ യൂസ് ചെയ്യാതെ തുറസായ പാദങ്ങളോട് കൂടി മണ്ണിൽ നടക്കാൻ പാടില്ല. നമുക്കറിയാലോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. നമ്മുടെ കാലിൽ ചെറിയൊരു മുറിവുണ്ടെങ്കിൽ ആ മുറിവിലൂടെ പോയി നമ്മുടെ ജേംസ് എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവും. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതുകൊണ്ട് കുറച്ചായിരിക്കണം. നോക്കാട്ടോ. Besides the above, the children must be taught healthy habits such as to use handkerchief. ഹാൻഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കണം. ഇപ്പൊ നമ്മൾ കുഞ്ഞു കുട്ടികളാവുമ്പോൾ മുതലൊരു ഹാൻഡ് കർച്ചീഫ് അവർക്ക് ക്ലാസ്സിൽ കൊടുത്തു വിടാം. അപ്പൊ അവർ സ്ഥിരമായിട്ട് ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്ത് നമുക്ക് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഹാൻഡ് കർച്ചീഫ് അവർ എവിടെ പോയാലും ഒരു ഹാൻഡ് കർച്ചീഫ് കൊണ്ടുപോകും. തിരിച്ച് കൊണ്ടുവരുമെന്ന് അറിയില്ല, കൊണ്ടുപോവാറുണ്ടല്ലേ? ഓക്കെ, അതേപോലെ തന്നെ വെൻ സീസ് ആൻഡ് കഫ് നമ്മൾ ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് ചുമക്കാന്ന് വിചാരിക്കും, അങ്ങനെ ചുമക്കാൻ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ക്ലോത്തിലേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ചുമക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാം. കവർ ചെയ്തിട്ട് നമ്മള് കഫ് ചെയ്യാൻ പറയാം. ടു സ്പിറ്റ് ഓൺലി ഇൻ ദ പാർട്ട് ഓഫ് ഇറ്റ്, നമ്മള് വാഷ് ബേസിലോ അല്ലെങ്കിൽ അവിടെ മാത്രം നമ്മൾ സ്പിറ്റ് ചെയ്യാം. ഡു നോട്ട് യൂസ് ഓപ്പൺ സ്പേസ് ഫോർ യൂറിനേറ്റിംഗ്, യൂറിനേറ്റ് ചെയ്യാനായിട്ട് ഓപ്പൺ സ്പേസുകൾ തിരഞ്ഞെടുക്കാതിരിക്കാം. ഓർ ബൗൾ മൂവ്മെന്റ്, പാസിംഗ് ബൗൾ മൂവ്മെന്റ്സിലും ഓപ്പൺ സ്പേസുകളൊന്നും തുറന്ന് സെലക്ട് ചെയ്യാതിരിക്കാം. നോട്ട് ടു വാക്ക് അൺകവേർഡ് ഫീറ്റ്, കാലുകൾ അൺകവേർഡ് ആയിട്ടുള്ള ഫീറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ നടക്കാൻ പാടില്ല. കാരണം മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജെംസ് നമ്മുടെ ബോഡിയിലേക്ക് മുറിവുകളിലൂടെ ഈസിലി സ്പ്രെഡ് ആക്കും. നെക്സ്റ്റ് ആണ്, it is the duty of families duty to teach the children civic duty and develop civic sense in them. അപ്പൊ കുട്ടികളിൽ സിവിക് ഡ്യൂട്ടി, പൗരത്വ ബോധം, പൗരത്വ ഉത്തരവാദിത്വം ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. Then
ഇത്രയും വായിച്ചു നോക്കിയെല്ലാവരും ആദ്യം മുതൽ കേട്ടോ, ചൈൽഡ് വെൽഫെയർ മുതൽ ഇവിടെ വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ഇനി കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ കമ്പൽസറി എഡ്യൂക്കേഷൻ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഏത് ഏജ് മുതൽ ഏത് ഏജ് വരെയുള്ള കുട്ടികൾക്കാണ് കമ്പൽസറി എഡ്യൂക്കേഷൻ പറയുന്നത്? 6 to 15 6 to 6 to 14 അല്ലേ? 14 ആണ്. 6 to 40 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്കാണ് നമ്മൾ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ മേ ബി വിഷ്വലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള കുട്ടികളാവാം. ഒന്നുകൂടെ പറയാമോ? എത്ര ഏജ് മുതലാ എന്താണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ? എത്ര ഏജ് മുതലാണ് കുട്ടികൾക്ക്? കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് 6 to 14. ഇത് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ്. ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ, അത് ഏജ് അല്ല അവിടെ വരുന്നത് ക്രൈറ്റീരിയ ആയിട്ട് കേട്ടോ. അവിടെ വരുന്നത് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ, കാഴ്ച പരിമിതികളുള്ള കുട്ടികൾ, കണ്ണ് കാണാൻ സാധിക്കാത്തതോ അല്ലെങ്കിൽ കണ്ണിന് റിലേറ്റഡ് ആയിട്ട് അസുഖങ്ങളുള്ള കുട്ടികളോ, ഹിയറിംഗ് ഇമ്പയർമെന്റ്. എന്താണ്? ഭിന്നശേഷിക്കാരല്ലേ? ഓക്കെ, സ്പെഷ്യലി ഡിസേബിൾഡ് എന്നല്ലേ നമ്മളെപ്പോഴും അവരെ പറയാറ് അല്ലെ? ഭിന്നശേഷിക്കാരെ അല്ലേ? ഒരിക്കലും ആ ഒരു വേർഡ് എനിക്ക് കൊടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു നമ്മളെപ്പോഴും അങ്ങനെ അവരെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവരെ ഒരു ഇതായിട്ട് പറയുന്നു ഡിസേബിൾഡ് പേഴ്സൺ, സ്പെഷ്യലി എന്താ പറയാ, അങ്ങനെ പറയുന്നു. അതിനേക്കാൾ നല്ലത് നമുക്ക് ഡിസബിലിറ്റി എന്ന് പറയുന്നതിന് നല്ലത് നമുക്ക് സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞാലോ. ഡിസേബിൾഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്നവർ, അവർക്ക് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് എന്നുള്ള രീതിയിലാണ്. ഡിസബിലിറ്റീസ് എന്ന് പറയാതിരിക്കാൻ നിങ്ങളും ശ്രമിക്കണം. ഓക്കെ, നിങ്ങൾ ഇനി ഒരു കുട്ടീനെ കാണുകയാണെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് ആണെന്നുള്ള മൈൻഡ് വേണം. അവരോട് നമ്മള് സിമ്പതി വേണ്ട അല്ലെ, ഓവർ സിമ്പതി അതൊന്നും വേണ്ട. അവര് നമ്മൾ സാധാരണ കുട്ടികളെ പോലെ തന്നെ പരിഗണിച്ചാൽ മതി. ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കാതെ സാധാരണ കുട്ടികളെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, പരിഗണിക്കാനായിട്ട് നോക്കാം. വിഷൻ, ഹിയറിംഗ്, കമ്മ്യൂണിക്കേഷൻ, തിങ്കിങ്, ലേണിംഗ്, മൂവ്മെന്റ്സ്, മെന്റൽ ഹെൽത്ത്, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ, അവരെല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന
ഒരു എഡ്യൂക്കേഷനെയാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് സ്പെഷ്യലി ഏബിൾഡ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആവാം, മൂവ്മെന്റ്സിൽ വരുന്ന ഡിസബിലിറ്റീസും കാര്യങ്ങളാവാം, ഇന്റലക്ച്വൽ ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി ആവാം, പഠിക്കാനുള്ള ഒരു IQ അങ്ങനത്തെ കുറവായിരിക്കാം. പിന്നെ എന്താണ് സൈക്കിക് ഡിസോർഡർ മാഡം എന്താണ് ബഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ലേ അത്? സ്കൂളിലും പഠിക്കുന്നുണ്ട്, നോർമൽ സ്കൂളിലും പഠിക്കുന്നില്ലേ ഇങ്ങനെയുള്ള കുട്ടികള്? ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഉണ്ടല്ലോ. നോർമൽ സ്കൂളുകളിലും കാണും നമ്മളെ ഇങ്ങനെയുള്ള കുട്ടികളെ. നമുക്ക് ചില പാരന്റ്സ് മാത്രമായിട്ട് മറ്റ് സ്കൂളിൽ വിടുന്നത്, നോർമൽ സ്കൂളിൽ ഉണ്ടെങ്കിൽ അവർ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ ഫിസിക്കലി ഡിസബിലിറ്റി, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാവാം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളാവാം, എന്താ പറയാ സൈക്യാട്രിക് അല്ലെങ്കിൽ മെന്റൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളാവാം, വിഷ്വൽ ഇമ്പയർ ആയിട്ടുള്ള കുട്ടികളാവാം, ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളാവാം, ന്യൂറോളജിക്കൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളാവാം. ഇവരെല്ലാവരെയും നമ്മൾ ഏത് കാറ്റഗറിയിൽ പറയും? സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പറയും. സോ ഹൗ ടു ഡീൽ വിത്ത് ചിൽഡ്രൻസ് വിത്ത് എന്താണ് സ്പെഷ്യൽ നീഡ്സ്? കുട്ടികൾക്ക് സ്പെഷ്യൽ നീഡ്സ് അങ്ങനെ പറയാം. ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആർക്കാണ് കൊടുക്കുന്നത്? ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്കാണ് നമ്മൾ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ടു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചിൽഡ്രൻസ് സ്പെഷ്യൽ നീഡ്സ്. അവർക്ക് അവരുടെ സ്പെഷ്യൽ കെയർസ് കാര്യങ്ങൾ നമ്മളിപ്പോ സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കെയറും അറ്റൻഷനും ആയിരിക്കില്ല സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, അല്ലെ? നമ്മൾ കുറച്ചും കൂടി കുറച്ച് കെയർ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും. സോ നമ്മൾ അവരെ പരിഗണിക്കുന്ന സമയത്ത് അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തേണ്ടി വരും. ഫോക്കസ് ഓൺ ദർ സ്ട്രെങ്ത്, അവരുടെ സ്ട്രെങ്ത്തിനെ ഫോക്കസ് ചെയ്യാം. വീക്ക്നെസ്സിനെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ സ്ട്രെങ്ത്തിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്കറിയാം ചിലപ്പോ കണ്ണ് കാണാത്തൊരു വ്യക്തിയായിരിക്കാം, അപ്പൊ അവർക്ക് നമ്മൾ സിമ്പതി, സമൂഹം ഫുള്ള് സിമ്പതി കാണിക്കുകയാണ്. പക്ഷേ ടെക്സ്റ്റിലില്ലല്ലോ മാം വായിക്കണേ. ഇല്ല, ഓക്കെ. കണ്ണ് കാണാത്ത ഞാനൊരു 2 or 3 months ഒരു ഗവൺമെന്റ് സ്കൂളില് PT ബേസ് ആയിട്ട് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് സ്പെഷ്യൽ കെയർ ആണ് കൊടുക്കുന്നത് നമ്മള്. അവരെ കെയർ ചെയ്താൽ മാത്രമേ അവരെ മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവർക്ക് ഭയങ്കരമായിട്ട് മറ്റുള്ള പിള്ളേരെക്കാട്ടി സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ഒരു ക്ലാസ്സിലൊന്ന് നല്ലതുപോലെ അറ്റൻഡ് ചെയ്ത് ഇരിക്കുള്ളൂ. നമ്മള് ശരിക്കും എസ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല പേഷ്യൻസ് വേണം. അപ്പൊ നല്ല പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പഠിച്ച HIയുടെ ഹിയറിംഗ് ഇമ്പയർമെന്റ് ഡിപ്ലോമ 2 year കോഴ്സ്. ആണോ? ഇതൊക്കെ വർക്ക് ചെയ്യാനേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 2 year ഉണ്ട്, 2 year എക്സ്പീരിയൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം പിന്നെ കുഞ്ഞായോണ്ട് ആദ്യം വർക്ക് ചെയ്തത് മൂവാറ്റുപുഴ ഡെഫ് സ്കൂളിൽ തന്നെ ആയിരുന്നു. രണ്ടാമത് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇപ്പം കുഞ്ഞൊക്കെ ആയോണ്ട് മോന് 1.25 വയസ്സുണ്ട്. അന്നേരം ഇനി എവിടെങ്കിലും ഒക്കെ നോക്കണം. എടാ അതൊരു കാര്യം ചോദിക്കട്ടെ, അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ത്രൂ ആക്ഷൻസിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? HI ആകുമ്പം നമ്മൾ സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചാണ് അവർക്ക് നമ്മള് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. റീഡിങ് ഹിയറിംഗ് ഇമ്പയർമെന്റ് മാത്രമാണെങ്കിൽ സൈൻ ലാംഗ്വേജ് സംസാരിക്കത്തില്ല. പല കാറ്റഗറിയിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. കുറച്ച് അവർ സംസാരിക്കും. ലിപ് റീഡിങ്ങിലൂടെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവര് അങ്ങനെ സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. രണ്ട് രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നുള്ള കുട്ടികൾക്ക് സൈൻ ലാംഗ്വേജ്, ത്രൂ ആക്ഷൻസ്, അതേപോലെ തന്നെ ലിപ് റീഡിങ് ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, അല്ലെ? ഓക്കെ. അപ്പോ നല്ല എനിക്ക് തോന്നുന്നു നല്ലൊരു ബാച്ചാണ്. കാരണം സ്പെഷ്യലി ഒരാളുടെ 8 വർഷമായിട്ട് സ്പെഷ്യൽ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൂടുതലും അങ്ങനെയുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഏതൊക്കെ മെറ്റീരിയൽസ് അവരെ സപ്പോർട്ട് ചെയ്യും എന്നതൊക്കെ നമുക്ക് ഇനി നോക്കാം കേട്ടോ. ഓക്കെ.
അപ്പോ അവരെ നല്ല രീതിയിൽ നമുക്ക് പേഷ്യൻസ് വേണം, എന്നിട്ട് അവരെ മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്. എൻകറേജ് ദം, അവരെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യിച്ച് അവരെ എൻകറേജ് ചെയ്യിപ്പിക്കാം. പ്രൊവൈഡ് ലേണിംഗ് എൻവയോൺമെന്റ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ് ആൻഡ് എബിലിറ്റി ഓഫ് ദ ചൈൽഡ്. നമ്മൾ ലേണിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അവരുടെ നീഡ്സും അവരുടെ എബിലിറ്റിയും അനുസരിച്ച് വേണം നമ്മൾ ലേണിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ. ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? എഡ്യൂക്കേഷൻ ഫോർ സ്പെഷ്യലി ഏബിൾഡ് എന്താ പറയാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ആണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുകയാണ് അവർക്ക്. അവർ നല്ല രീതിയിൽ ആ ഒരു ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ജസ്റ്റ് ഒരു നല്ലൊരു സ്പെഷ്യൽ അറ്റൻഷനും കെയറും കൊടുക്കുന്നു, അവർ നമ്മളെ മുന്നോട്ട് കൊണ്ടുവരുന്നു. മാം, പറഞ്ഞോളൂ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു, സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉള്ള, സംസാരിക്കും പക്ഷെ ക്ലിയർ ആവില്ല, നാവ് ഇങ്ങനെ ഇതായിട്ട്. അവൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സ്പെഷ്യലായിട്ടൊരു ടീച്ചർ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിലും അതേപോലെ ആയിരുന്നു. സ്പെഷ്യലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ അവരുടെയൊക്കെ ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഈ ക്ലാസ്സിന് പോകുമ്പോൾ ഈ ഒരു പോർഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്കും ഷെയർ ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ഇൻസിഡൻസും കാര്യങ്ങളും. കാരണം നമ്മൾ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ വരെയാണ്. ഹഫി ഇതേ ടെസ്റ്റിലേക്ക് പറയാണ്. ടെസ്റ്റിലുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയുന്നത്. നമ്മൾ ടെസ്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു റെഫറൻസ് മാത്രമാണ്. നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഇത് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. Children who are depressed or physically, socially or culturally disadvantaged should be given special opportunity to improve their educational accomplishment. പണ്ടൊക്കെ നമ്മളെ വീട്ടില് ഇങ്ങനെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ഒക്കെ വീട്ടുകാരെ പുറത്തേക്ക് വിടില്ല അല്ലെ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തോട്ട് വിടുന്ന വീട്ടുകാർക്ക് നാണക്കേട് അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് ആ ഒരു എഡ്യൂക്കേഷൻ, ആ ഒരു റൈറ്റ്സ് അവിടെ നഷ്ടപ്പെട്ടു പോവാണ് അല്ലെ? നമ്മളെ പോലെ തന്നെ സാധാരണ എല്ലാ കുട്ടികളെ പോലെ തന്നെ അവർക്കും എന്തിനുള്ള അവകാശമുണ്ട്? പഠിക്കാനും എഡ്യൂക്കേഷനൊക്കെ ഉള്ള റൈറ്റ്സ് ഉണ്ട്. നമ്മളത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, തടസ്സപ്പെടുത്താൻ പാടില്ല. The children who needs offsetting education at the preschool levels are following type. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ താഴെ പറയുന്ന കുട്ടികൾക്കാണ് മെയിൻലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നത് വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ, കാഴ്ച പരിമിതി ഉള്ള കുട്ടികൾ. കാഴ്ച പരിമിതികളുടെ തോത് ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോ ജന്മനാലെ കാഴ്ച നഷ്ടപ്പെട്ട കുട്ടികളാവാം, ചിലപ്പോ നമ്മള് ഒരു സ്റ്റേജിൽ കാഴ്ച നഷ്ടപ്പെട്ടു പോയ കുട്ടികളായിരിക്കും. കാഴ്ച ലിമിറ്റേഷൻസ് പറയാം, ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ അല്ലെ, അവന്റെ പേര് ജാസ്മിൻ എന്നല്ലേ പറഞ്ഞത്? അതെ അതെ, ജാസ്മിൻ. അവൻ എത്ര വയസ്സായുടെ ഭാവയ്ക്ക്? മോന്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ സ്കൂളിൽ ഉണ്ടായിരുന്ന കുട്ടിയുടെ ജസ്റ്റ് ആ കുട്ടി മറ്റേ 5th മുതൽ 10th വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ വന്നതെന്ന് വെച്ചാല്, ഇന്നിപ്പോ കുഞ്ഞു കുട്ടികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾ പോലും ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്, സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? മോന് ഫസ്റ്റ് ക്ലാസ് മുതൽ തുടങ്ങിയതാ. എന്തായിരുന്നു പ്രശ്നം? അവന് ഷോർട്ട് സൈറ്റ് ആണ്. അവന്റെ മാം പറഞ്ഞതാ, ബോർഡിൽ നോക്കുമ്പോ ബുദ്ധിമുട്ടായിട്ട് അവൻ ഫ്രണ്ട് ബെഞ്ചിൽ വന്നിരുന്നിട്ടാണ് ബോർഡിൽ എഴുതിയതൊക്കെ എഴുതിയെടുത്തിരുന്നെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു ഒന്ന് ഡോക്ടറെ കാണിക്കാൻ. അപ്പോ ചെക്ക് ചെയ്താണ്. പിന്നെ എന്താ വെച്ചാ ഹസ്ബൻഡിനൊക്കെ ഉണ്ട് പ്രശ്നം. അപ്പൊ പിന്നെ അവർക്ക് പാരമ്പര്യമായിട്ട് വന്നതാണ്. അതെ. എനിക്ക് ഞാൻ പഠിച്ച കുട്ടിക്ക് ഇതേപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാഴ്ചക്ക് പ്രശ്നമുണ്ടായിരുന്നു. കാരണം അവൻ ഞാൻ എഴുതി കൊടുക്കാന്ന് വിചാരിക്കും, നോട്ടിൽ ഞാൻ എഴുതി കൊടുക്കുമ്പോൾ എന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്യാവശ്യം നല്ല വെട്ടിയിരിക്കാണ്. സോ അവൻ അത് അത് നല്ല രീതിയിൽ പഠിക്കും, എഴുതുകയൊക്കെ ചെയ്യും. പക്ഷെ അവനോട് ബോർഡിൽ നോക്കി എഴുതാൻ പറയുമ്പോൾ മാത്രം അവനൊരു ബുദ്ധിമുട്ട്. അവൻ എഴുതുമ്പോൾ അക്ഷരങ്ങളൊന്നും വ്യക്തമല്ല, ഭംഗിയിൽ എഴുതുന്നില്ല, വേർഡ്സുകൾ മാറിപ്പോകുന്നു. അക്ഷരങ്ങൾ വേർഡ്സ് മാറിപ്പോകുന്നില്ല, അക്ഷരങ്ങൾ മാറിപ്പോകുന്നു. ഒത്തിരി ബുദ്ധിമുട്ട്. നമുക്ക് ആ ബുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളും തോന്നും. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ അവന് കാഴ്ചക്ക് ചെറുതായിട്ട് പ്രശ്നമുണ്ട്. കാരണം അവൻ നമ്മള് നോട്ട്സ് ടെസ്റ്റ് വായിപ്പിക്കുമല്ലോ കുഞ്ഞുകുട്ടീനെ.
2ാം ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ സാധാരണ കുട്ടികളെ കൊണ്ട് ടെസ്റ്റ് വായിക്കുന്ന സമയത്ത് കുട്ടികളുടെ ഇങ്ങനെ ഇത്രയും ഗ്യാപ്പിലായിരിക്കും വായിക്കുന്നത്. പക്ഷെ അവർ ഇങ്ങനെ അടുപ്പിച്ചാ വായിക്കുന്നത്. ഇത്രയും ഇങ്ങനെ അടുപ്പിച്ച് വായിക്കൊടുക്കുന്നൊക്കെ വായിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി അവിടെ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് തോന്നി. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പാരന്റ് സ്കൂളിൽ വന്ന സമയത്ത് ഞാൻ ചോദിച്ചു വീട്ടില് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ കാഴ്ചയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവൻ TV അടുത്ത് പോയാ കാണുന്നത്. TV തൊട്ടടുത്ത് ഇരുന്നാണ് കാണുന്നത്. TVയുടെ അടുത്ത് ചെന്നിരുന്നാ കാണുന്നത്. പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഐ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ അവരത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല കേട്ടോ. ഇളയ കുട്ടിയാണ്. ഈ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് 2ാം ക്ലാസ്സിലൊക്കെ അങ്ങനെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെയാണ് അവർ ചിന്തിച്ചത്. അപ്പൊ അവരത് കെയർ ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ സ്കൂളില് ഐയുടെ ഇതുണ്ട്. എല്ലാ വർഷവും ഐയുടെ നമ്മുടെ എന്താ പറയാ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വർഷത്തിൽ ഒരു ദിവസം ഡോക്ടേഴ്സ് നേഴ്സൊക്കെ വന്ന് ഇങ്ങനെ കണ്ണിന്റെ ടെസ്റ്റ് ചെയ്യും. അതിൽ എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ചെക്ക് ചെയ്ത സമയത്ത് ഇവന് കാഴ്ച ശേഷി വളരെ കുറവാണ്. അപ്പോ ഈ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എഴുതി ഡോക്ടർ എന്ത് ചെയ്തു, അമ്മയ്ക്ക് കൊടുത്തു. അമ്മയോട് പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു. ചെക്കപ്പ് ചെയ്തു. അപ്പൊ പറഞ്ഞു അത്രയും കുറവാണ്. കാരണം അവന് തീരെ കാണുന്നില്ല. അത്രയും നാൾ എല്ലാവരും വിചാരിച്ചിട്ടുള്ളത് അവൻ പഠിക്കാത്ത കുട്ടിയാണ്, പഠന വൈകല്യമുള്ള കുട്ടിയാണെന്ന് വിചാരിച്ചു. കാരണം അവന് എഴുതുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല, അക്ഷരങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല, മലയാളം വായിക്കാൻ പറ്റില്ല, ഇംഗ്ലീഷ് വായിക്കാൻ പറ്റില്ല, അങ്ങനെ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല. ആദ്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴുത പ്രശ്നം തോന്നുന്നു, ഒന്ന് ചെക്ക് ചെയ്തേക്ക്, ഒന്ന് കൺഫേം ചെയ്തേക്ക്. പറഞ്ഞു ഇല്ല ഡിസ്വേ അവന് മടിയാണ്, അവൻ പഠിക്കാത്തതാണ് എന്നാണ് എന്നോട് തിരിച്ചു പറഞ്ഞത്. ഇങ്ങനെ ഡോക്ടർ പറഞ്ഞില്ലപ്പോ ഒരു ഗ്ലാസ് വെച്ച് നല്ല പവറുള്ള ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, പണ്ട് പറയില്ലേ സോഡാ കുപ്പി പോലത്തെ ഗ്ലാസ് ആന്നൊക്കെ, അതേപോലത്തെ ഗ്ലാസ് ആണ് ആദ്യം വെച്ചത്. അപ്പൊ അതേപോലത്തെ ഗ്ലാസ് വെച്ച് കഴിഞ്ഞിട്ട് അവൻ ഓക്കെ റീഡ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവൻ കുഴപ്പമില്ല, ഓക്കെ ആയി വന്നു. ആ ഗ്ലാസ് മാറ്റി. ഇപ്പൊ ഗ്ലാസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പെക്സ് ആണ് ഇപ്പൊ വയ്ക്കുന്നത്. ഇപ്പൊ അവൻ എത്രയാണ് 7ാം ക്ലാസ്സിലേക്കായി. കുറച്ച് നന്നായിട്ട് പഠിക്കും. ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യം ഞങ്ങളുടെ എന്റെ അടുത്ത് പഠിച്ചിരുന്ന സമയത്തുള്ള ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നന്നായിട്ട് അവരിപ്പോ പഠിക്കുന്നുണ്ട്. നമ്മൾ കുറെ എക്സ്പീരിയൻസ് നമുക്ക് വരും. ഓരോ കുട്ടികളെ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ പരിമിതികളും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ, ബാക്കി എല്ലാ ടീച്ചർമാരും അവനെ വിചാരിച്ചിരുന്നവൻ ഒന്നും പഠിക്കാത്ത ഒരു കുട്ടിയാണ്, മടിയാണ്, വീട്ടുകാരെ കൊണ്ട് വിചാരിച്ച ഒരു പഠിക്കാനുള്ള കഴിവിലാണ്. പക്ഷെ നല്ല കഴിവുണ്ടായിരുന്നു പഠിക്കാനായിട്ട്, അല്ലെ? അവര് കാഴ്ചയുടെ പ്രശ്നമായിരുന്നു. നമ്മള് അവരുടെ പ്രശ്നം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. ആരാണ്? നിഷ അല്ലേ? എന്തായിരുന്നു എന്ത് ചെയ്ത് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും എടുത്തോ നിഷ? ഓക്കെ. അപ്പൊ നമ്മുടെ കുട്ടികള് എഴുതാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു, ബോർഡിൽ എഴുതിയിരിക്കുന്നത് നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യുന്നു, സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളും വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ കുട്ടികളെ ഒന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഒന്ന് കെയർ ചെയ്യണം. എന്താണ് അവരുടെ പ്രശ്നം എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. ഇനി സാധാരണയായിട്ട് എന്താണ് ഞാൻ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് നമുക്ക് നോക്കാം. ഇമ്പയർമെന്റ് ഉള്ള കുട്ടികൾ, കാഴ്ച പരിമിതിയുള്ള കുട്ടികളുടെ കാര്യം ആദ്യം പറയാം. കാഴ്ചശേഷി കുറച്ച് തകരാറുള്ള കുട്ടികൾ, പരിമിതിയുള്ള കുട്ടികളാണെങ്കിൽ സീറ്റ് അറേഞ്ച്മെന്റ് അവരെ ഫ്രണ്ട് സീറ്റിലേക്ക് കൊണ്ടുവന്നിരുത്താൻ ശ്രമിക്കാം. മേക്ക് ഷുവർ ദാറ്റ് ലൈറ്റ് അറേഞ്ച്മെന്റ് പ്രോപ്പർ ആണ്. ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ബോർഡ് ക്ലിയർ ആവില്ല, അല്ലെ? അപ്പൊ നമ്മൾ മാക്സിമം പുറകിൽ നിന്നോ അല്ലെങ്കിൽ സൈഡിൽ നിന്നോ ആണ് ലൈറ്റ് വരുന്നത് ബോർഡിലേക്ക് വരുന്നെങ്കിൽ കുട്ടികൾക്ക് ക്ലിയർ ആവും. ഇംഗ്ലീഷ് ഓറൽ ആക്ടിവിറ്റി പറയിപ്പിക്കാൻ ശ്രമിക്കുക. ഓറൽ ആയിട്ട് പറയിപ്പിക്കുന്ന ആക്ടിവിറ്റീസ് കൊടുക്കുക. എപ്പോഴും റൈറ്റിംഗ് കൊടുക്കുന്നതിനും ഓറൽ ആയിട്ട് പറയുന്ന ആക്ടിവിറ്റീസ് കൊടുക്കുക. അലോ എക്സ്ട്രാ ടൈം ആൻഡ് ആക്ടിവിറ്റി. ഇപ്പൊ ഈ കുട്ടി വർക്ക് ചെയ്യാണ് അല്ലെങ്കിൽ ആ കുട്ടി നോട്ട്സ് എഴുതാണെങ്കിൽ അവന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ടൈം നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ലെസ് കോപ്പിംഗ് ഫ്രം ബോർഡ് ഓർ പിപിടി. ഇന്ന് നമ്മൾ കണ്ടുവരുന്നൊരു ശീലാണ്
PPT പവർ പോയിന്റ് പ്രസന്റേഷനിൽ നിന്ന് കോപ്പി ചെയ്യിക്കുക, അല്ലെങ്കിൽ ബോർഡിൽ നിന്ന് കോപ്പി ചെയ്യിക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ അത് മാക്സിമം ഒരു പരിധി വരെ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അഡ്രസ് ഓൾ സ്റ്റുഡൻസ് ബൈ അവരുടെ നെയിം വിളിച്ച് പറയാം. നമ്മള് ചില കുട്ടികൾക്ക് നോക്കുന്നത് ഇപ്പൊ ടീച്ചർ എന്നെയാണോ നോക്കുന്നത് പോലും മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ അവരിങ്ങനെ ഫുള്ളാക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോ ഒരു കുട്ടിയോട് എഴുന്നേക്കാൻ പറയുമ്പോ അവന് തോന്നും അവനോടല്ല പറയുന്നത്, വേറൊരു കുട്ടിയോടാണ് പറയുന്നത്. ഐ കോണ്ടാക്ട് കിട്ടായ്മ അങ്ങനെയൊക്കെ പ്രശ്നം വരും. അതേപോലെ തന്നെ നമ്മള് ചില കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് അവർ വേറെ ഏതെങ്കിലും ദിക്കിലേക്ക് നോക്കുന്ന പോലെ തോന്നാറുണ്ട് ഇല്ലേ? അങ്ങനെ എനിക്കൊരു വേറൊരു കുട്ടീനെ അറിയാം. അവനോട് ഞാൻ എന്ത് പറഞ്ഞാലും അവൻ എന്റെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കില്ല, അവൻ വേറെ ഏതോ ഒരു ദിക്കിലേക്ക് നോക്കി സംസാരിക്കുന്നത്. അവന് നമ്മള് എന്താ പറയാ, ആ ഒരു അയിന് നമ്മള് പേര് പറയും. നമ്മൾ നോക്കി നമ്മള് അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. മാം കോങ്കണ്ണ് പറയണതാണോ? അടാ അത് റിഫ്ലക്ഷൻ പറയും, അത് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അതാണ് സംഭവം. ജസ്റ്റ് നമ്മൾ നോക്കുമ്പോ ഐറ്റിന്റ് ആണ് മിസ്. ആടാ അപ്പൊ ഇല്ലേ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മളെ നോക്കുന്നതായിട്ട് നമുക്ക് തോന്നില്ല, വേറെ ഏതൊരു സൈഡിലേക്ക് നോക്കുന്നത്, വേറെ ആരെയോ നോക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നീ എവിടെ നോക്കാണ് എന്ന് ചോദിക്കൂലേ? ചില കുട്ടികളോട് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ചിലപ്പോ അവർ നമ്മളെ തന്നെ നോക്കായിരിക്കും. അപ്പൊ അവൻ പറയും മിസ്സിനെ തന്നെയാ നോക്കുന്നതെന്ന് പറയും. അപ്പൊ അപ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കണം, അവന്റെ കണ്ണിലേക്ക് നോക്കണം, അവര് കണ്ണിന്റെ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കണം. ചില കുട്ടികൾ അങ്ങനെ വരാറുണ്ട്. പ്രൊവൈഡ് നമ്മള് അങ്ങനെയുള്ള കുട്ടികൾക്ക് ലേണിംഗ് കണ്ണിനുള്ള കുട്ടികൾക്ക് എന്താണ് ടച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് നിങ്ങൾ ചെയ്തോ? കംപ്ലീറ്റ് ആയിട്ടില്ല. ആണോ? എന്ത് സബ്മിറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കണേ? ഓക്കെ. അപ്പൊ ഈ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് ട്രേസ് ചെയ്ത് നോക്കി മനസ്സിലാക്കാൻ പറ്റും അക്ഷരങ്ങള്. മനസ്സിലായോ? ട്രാക്ടർ സെൻസ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മള് ഹാൻഡ് യൂസ് ചെയ്തിട്ട് ആൽഫബറ്റ്സിലൂടെ ഒരു വിരല് ഇങ്ങനെ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് ആൽഫബറ്റ്സ് നമ്മൾ എന്തെങ്കിലും ട്രേസ് ചെയ്ത് കുട്ടികൾ പഠിക്കും. ബ്രെയിൻ ലിപി ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള എന്താണ് ബ്രെയിൻ ലിപി? അത് ഫുള്ളി ബ്ലൈൻഡ് ആയിട്ട് കുട്ടികൾ. ഞാൻ ഈ പറയുന്നത് കാഴ്ച പരിമിതിയുള്ള കുട്ടികളാണ്. ഫുള്ളായിട്ട് കാഴ്ച ശേഷിയില്ലാത്ത കുട്ടികളുടെ കാര്യമല്ലാട്ടോ പറയുന്നത്. പിന്നെ നമ്മള് പ്രിന്റഡ് മെറ്റീരിയൽസ് ഉണ്ടാവില്ലേ, നോട്ട് ടെസ്റ്റ് ഒക്കെ ഇങ്ങനെ കാഴ്ച പരിമിതിയുള്ള കുട്ടിയുണ്ടെങ്കിൽ പറഞ്ഞോ. മാം ഈ സാൻഡ് പേപ്പറിൽ ഞാൻ കുറച്ച് ആൽഫബറ്റ്സ് ഒക്കെ കട്ട് ചെയ്തു, പക്ഷെ അത് നമ്മളത് ട്രേസ് ചെയ്യാൻ നോക്കുമ്പോൾ കൈ വല്ലാതെ റഫ് ആവുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്? മാം സാൻഡ് പേപ്പറിന്റെ ആൽഫബറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ക്യാപിറ്റൽ ലെറ്റേഴ്സിന്റെ. അപ്പൊ അത് ഞാനും വെറുതെ ജസ്റ്റ് അത്രയും ഹാർഡ് ആയിട്ടുള്ളതല്ലേടാ സാൻഡ് പേപ്പറിന്റെ ആ ഒരു തിക്നെസ് കുറഞ്ഞത് കിട്ടും. മോൻ വാങ്ങിച്ചിരിക്കുന്നൊക്കെ ഹാർഡ് ആയിട്ടുള്ള പേപ്പർ ആയിരിക്കും. തിക്നെസ് കുറഞ്ഞ സാൻഡ് പേപ്പർ ഉണ്ട്. അത് അത്യാവശ്യം നമ്മൾ സോഫ്റ്റ് ആണ്. എന്നാൽ നമുക്ക് ആ ഒരു എന്താ പറയാ ട്രേസ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഹാൻഡിനൊന്നും പറ്റില്ല. തിക്നെസ് കുറഞ്ഞത് കേട്ടോ. ഓക്കെ. അല്ല 120 തന്നെയാണ് എന്റെ അടുത്തുള്ളത് തിക്നെസ് ഉള്ളത്. ഇപ്പൊ 120 പറയുന്നുണ്ടല്ലോ ഗ്രൂപ്പില്. അതേ സെയിം പേപ്പർ തന്നെയാണ് എന്റെ അടുത്തുള്ളത്. ഇപ്പൊ അതൊന്ന് കാണിക്കാൻ പക്ഷെ അത് പറ്റുമോ? റഫ് ആവുന്നുണ്ട്. കാണിക്കാം. ജൂൺ 30 കേട്ടോ. ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് ഓക്കെ. അത് ഇത് തന്നെയാണ് വേണ്ടത്. ഇത് തന്നെ ഞങ്ങളും ചെയ്തേക്കുന്നത്. പക്ഷെ എനിക്ക് മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് വരുമ്പോ അത് വല്ലാതെ റഫായി തോന്നുന്നുണ്ട് ആൽഫബറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഒരു കഥ പറയാം. പണ്ട് ഒരു
വർഷം മുമ്പ്, 1907 അന്നാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി ആദ്യമായിട്ട് മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. അത് കാസാദി ഗാർഡനിലായിരുന്നു. നമ്മള് സ്ട്രീറ്റിൽ നിന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മോണ്ടിസോറി എന്ത് ചെയ്തത്, ഈ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ആ സമയത്ത് മോണ്ടിസോറിയുടെ കയ്യിൽ ആകെ സെൻസോറിയൽ മെറ്റീരിയൽസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. സെൻസോറിയൽ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ കുറച്ച് മെറ്റീരിയൽസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിങ്ക് ടവർ, അതേപോലെ ബ്രൗൺ സ്റ്റെയർ ഒക്കെ പോലത്തെ കുറച്ച് സെൻസോറിയൽ മെറ്റീരിയൽസ് മാത്രമായിരുന്നു അന്ന് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട് മോണ്ടിസോറിയുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോ ഒരു 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ മോണ്ടിസോറി സ്കൂൾ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ഡിഫറെന്റ് ഏജിലായിട്ടുള്ള കുട്ടികൾ അന്ന് അവിടെ പഠിച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ കുട്ടികളുടെ പാരന്റ്സും കുട്ടികളും മോണ്ടിസോറിനോട് റിക്വസ്റ്റ് ചെയ്തു. എന്താ പറഞ്ഞതെന്ന് അറിയാവോ? ഞങ്ങളെ എഴുതാനും വായിക്കാനും ഒക്കെ ഒന്ന് പഠിപ്പിക്കോ എന്ന് മോണ്ടിസോറിനോട് കുഞ്ഞു മക്കൾ എന്ത് ചെയ്തു, റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് മോണ്ടിസോറി എന്ത് ചെയ്തു, മോണ്ടിസോറിയുടെ അസിസ്റ്റന്റും കൂടി കുറച്ച് കാർഡ്ബോർഡും കുറച്ച് സാൻഡ് പേപ്പറും യൂസ് ചെയ്ത് ഈ മെറ്റീരിയൽസ് കട്ട് ചെയ്ത്, എന്നുവെച്ചാൽ ആൽഫബറ്റ്സ് ഈ സാൻഡ് പേപ്പറിൽ ട്രേസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് ലാംഗ്വേജിലേക്ക് വേണ്ടി മോണ്ടിസോറി പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽ ആണ് ഏത്, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ ആദ്യം തന്നെ തരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ആണ് ഏറ്റവും ടഫ് ആയിട്ടുള്ളതും കട്ട് ചെയ്യാൻ കുറച്ച് പാടുള്ളതും. എന്നോട് എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെയൊക്കെ സിസ്റ്റേഴ്സിന്റെ മൂച്ച വരെയും പോയി മിസ് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയലിന് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നിങ്ങളെക്കൊണ്ട് ആദ്യം തന്നെ എന്ത് ചെയ്യിക്കുന്നത്, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ചെയ്യിക്കുന്നത്. അത് യൂസ് ചെയ്തിട്ടാണ് ആദ്യം മോണ്ടിസോറി കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു കാര്യം ആദ്യം നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് 22ാം ബാച്ചാണ് തോന്നുന്നു എല്ലാ ബാച്ചിലും 21ാമത്തെ ബാച്ച് വരെയുള്ള കുട്ടികൾ ഈ ഒരു മെറ്റീരിയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതിന്റെ കോഴ്സ് പോകുന്നുള്ളത് നമുക്കറിയാം. കട്ട് ചെയ്യുമ്പോൾ ട്രേസ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ പ്രിന്റ് എടുക്കാം. ആൽഫബറ്റ്സിന്റെ സൈസ് കുറച്ച് വലുതാക്കിയിട്ട് പ്രിന്റ് എടുത്തിട്ട് അത് മേലെ വെച്ച് കട്ട് ചെയ്യാൻ നോക്കാം. കുറച്ച് പാടാണ്, എനിക്കറിയാം, ശ്രമിച്ചു നോക്കുക. എങ്ങനെയായിരിക്കും ഈ ഒരു സാൻഡ് പേപ്പറിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ആലോചിച്ചിട്ടുണ്ടാവും. കുറേ തിങ്ക്, കാരണം നമുക്ക് പഠിപ്പിക്കണമല്ലോ, മെറ്റീരിയൽസ് പഠിക്കണം. സാധാരണ നമ്മൾ ആൽഫബറ്റ്സ് ഇങ്ങനെ ABCD ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കുഞ്ഞു കുട്ടികൾ 3 വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഈ ഹാൻഡിലൂടെ ട്രേസ് ചെയ്യുമ്പോഴേ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. സ്മൂത്തും റഫും തമ്മിലുള്ള ആ ഡിഫറൻസ് കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ചിന്തിച്ച് അതങ്ങനെ ട്രേസ് ചെയ്ത് അവര് അങ്ങനെ മനസ്സിലാക്കി അവര് തന്നെ സ്വയം പറഞ്ഞു. നമ്മള് ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. എന്റെ മോളുടെ കാര്യമാണെന്ന് വിചാരിക്കും. അവൾക്ക് ഞാൻ ആൽഫബറ്റ്സ് ഒരു കൈ പിടിച്ച് എഴുതിപ്പിച്ചു. കാരണം എന്താണ്, അവള് ഇത് ഓരോ മെറ്റീരിയലും ട്രേസ് ചെയ്യും, ദെൻ ചോക്ക് എടുക്കും, ബോർഡിൽ പോയി എഴുതും. ഓക്കെ, ഞാൻ നമ്മുടെ കുഞ്ഞു കുട്ടികളെ കൈ പിടിച്ച് എഴുതിപ്പിക്കില്ല. എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്റെ അച്ഛനും അമ്മയ്ക്ക് നല്ല നിർബന്ധിച്ചില്ല. ഹാൻഡ് റൈറ്റിംഗ്, ഉരുണ്ട ഹാൻഡ് റൈറ്റിംഗ് വന്നെന്ന് പറഞ്ഞിട്ട് കൈയെ നിർബന്ധിച്ച് പിടിച്ചാണ് എഴുതിപ്പിച്ചു. നല്ല പെയിൻ ആയിരുന്നു അന്നൊക്കെ എനിക്ക് കൈക്ക്. ഞാൻ മോളെ അങ്ങനെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. അവള് അത് ഞാൻ ട്രേസ് ചെയ്ത് നോക്കുന്നു. അതേപോലെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട്. നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽ വരുന്ന ഒരു ബോർഡാണ് പ്രീ റൈറ്റിംഗ് ബോർഡ്. ഇത് യൂസ് ചെയ്താണ് അവള് പഠിച്ചത്. അപ്പൊ അവള് ബോർഡിൽ എഴുതി പഠിച്ചത്. അതിന്റെ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. നമ്മളെ KG സെഷനിലേക്ക് പോയി കഴിയുമ്പോൾ 4 ലൈനിലൊക്കെ എഴുതുമ്പോൾ അവൾ ആദ്യം എഴുതുമ്പോൾ വലുതാക്കിയൊക്കെ എഴുതുമായിരുന്നു. ടീച്ചർ പറയും ബാക്കി എല്ലാ കുട്ടികളും കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട്, വേദം മാത്രമാണ് വലുതാക്കി എഴുതുന്നത്. പറഞ്ഞു ബോർഡിലാണ് എഴുതി പഠിച്ചത്. അത് ബോർഡിൽ ചോക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലുതാ അല്ലെ, നമുക്കറിയാലോ ചോക്ക് ഇത്തിരി വലുതാണ് മണ്ണുള്ള. അപ്പൊ അതിങ്ങനെ വലുതാക്കിയാണ് അവൾ എഴുതിയിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മിസ് ഞാൻ കറക്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാനത് നോക്കിയാക്കി വന്നു. കാരണം ആൽഫബറ്റ് A to Z വരെ ഞാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല, അവള് സ്വയം പഠിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു മെറ്റീരിയൽ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് യൂസ് ചെയ്ത് കുട്ടികളെ കൊണ്ട് ട്രേസ് ചെയ്യിപ്പിച്ച് നമ്മൾ അവരെ കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ബോർഡിൽ വരച്ചു വെക്കും. ആദ്യം നമ്മൾ വരയ്ക്കുകയാണ് കേട്ടോ, എഴുതാന്ന് നമ്മൾ പറയുന്ന കുട്ടികള്. അമ്മ ഞാൻ A വരച്ചു, അമ്മ ഞാൻ A വരച്ചു, അങ്ങനെയല്ലേ കുട്ടികൾ പറയുന്നത്. അത് വരയ്ക്കുകയാണ്, വരച്ചു പഠിക്കുകയാണ്. മാം എന്നാ സബ്മിറ്റ് ചെയ്യേണ്ടത്? എന്താണ്? എന്നാ സബ്മിറ്റ് ചെയ്യേണ്ടത്? 30-ാം തീയതി.
എന്താ മാം? അപ്പൊ 13th ജൂൺ 13th കേട്ടോ. ഓക്കെ ഓക്കെ മാം. അപ്പൊ നമ്മള് കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അവരുടെ ബുക്സ് കാര്യങ്ങളൊന്നും ഇത്തിരി സൈസ് കൂട്ടി പ്രിന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ട്രീറ്റ് ഓൾ സ്റ്റുഡൻസ് ഈക്വലി, എല്ലാ കുട്ടികളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. നോട്ട് ഒരു സിമ്പതി വേണ്ട, അങ്ങനെ കുട്ടികൾക്ക് സിമ്പതി വേണ്ട. നമ്മള് കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് നമ്മൾ സിമ്പത്തറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് അല്ല വേണ്ടത്, നല്ലൊരു സപ്പോർട്ട് കാര്യങ്ങളുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. റെസ്പെക്ട് കൊടുക്കാം. കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് ഒത്തിരി നേരം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബോർഡ് യൂസ് ചെയ്ത് എഴുതിപ്പിക്കുകയല്ല വേണ്ടത്. നമ്മൾ കുറച്ച് ഫസ്റ്റ് ടൈം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അപ്പോ അത് നമ്മള് കുറച്ച് കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇനി ഫുള്ളായിട്ട് കാഴ്ച പരിമിതിയുള്ള കുട്ടികളാണ് വിചാരിക്കുക. അങ്ങനെയുള്ള കുട്ടികൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്? ഒരാൾ പറഞ്ഞല്ലോ, ബ്രെയിൻ ലിപി അല്ലേ? ഓക്കെ, ബ്രെയിൻ ലിപി ആണ് ഫുള്ളായിട്ട് കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ യൂസ് ചെയ്യുന്നത്. ഇനി എന്റെ ഫ്രണ്ടിന്റെ ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. ഞാൻ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത്, എന്റെ ഫ്രണ്ടും സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് അവൾക്ക് ഒരു ചെറിയൊരു ആക്സിഡന്റ് പോലെ വന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടില് ഒരു ദിവസം വൈകുന്നേരം, അന്ന് കറണ്ട് ഒന്നുമില്ല, ഇലക്ട്രിസിറ്റി ഒന്നും ഞങ്ങളുടെ നാട്ടിൽ വന്നത് എല്ലാ വീടുകളിലും ഇല്ല. അപ്പൊ അവളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പൊ രാത്രി അവളുടെ മേത്തേക്ക് മരണവിളക്ക് വീണു, പൊള്ളി. അതാണ് ഞങ്ങൾ ആദ്യം അറിയുന്ന ഒരു ന്യൂസ്. അപ്പോ അതിനുശേഷമാണ് അവളുടെ കാഴ്ച നഷ്ടപ്പെട്ട കാര്യം എല്ലാവരും അറിയുന്നത്. ചികിത്സയ്ക്ക് പോയി. അപ്പൊ എന്തുകൊണ്ടാണ് വിളക്കിരിക്കുന്നത് കാണാഞ്ഞത് എന്ന് ചോദിച്ചപ്പോ എനിക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ല, മൊത്തം ഇരുട്ടായിരുന്നു. അപ്പൊ വീട്ടിൽ രാത്രി കഴിഞ്ഞിട്ടാണ്, അതുകൊണ്ടായിരിക്കും പാരന്റ്സ് പറഞ്ഞു. അപ്പൊ അത് കുട്ടി പറഞ്ഞല്ല, എനിക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ വിളക്ക് അവിടെ ഇരിക്കുന്നത് പോലും കാണുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പൊള്ളിക്ക് ഈ പ്രശ്നമൊന്നും അറിയാതെ സീരിയസ് ആയിട്ട് പൊള്ളിക്കുന്നുണ്ടായിരുന്നില്ല. വേഗം തന്നെ എറണാകുളം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് കണ്ണിന് ടെസ്റ്റ് ചെയ്തു. കണ്ണിന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ആൾക്ക് ഏതാണ് ഫസ്റ്റ് ഒരു ഐ ഫുള്ള് കാഴ്ച ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഐയിൽ കുറച്ച് പെർസെന്റേജ് മാത്രമേ കാഴ്ചയുള്ളൂ. എന്നുവെച്ചാൽ പകൽ സമയത്ത് മാത്രമേ ആ കുട്ടിക്ക് കാഴ്ച കാണുന്നുള്ളൂ. അതും പെട്ടെന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഇവരറിയുന്നത്. ഇവിടെ പറയുമായിരുന്നു പാരന്റ്സിന്റെ അടുത്ത്, എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല, എനിക്ക് ഒട്ടും കാഴ്ച കാണുന്നില്ല, ഇരുട്ടാണ് എന്നൊക്കെ പറയും. അപ്പൊ വീട്ടുകാർ വിചാരിച്ചത് തമാശ പറയുന്നതാണ്. ആ ഒരു സീരിയസ്നെസ്സിലാണ് അവരെടുത്തത്. ഈ ഞാൻ പറയുന്ന കാലഘട്ടം 1900 ആണോ, 1990 ആ ഒരു ടൈമിൽ, 1997, 1996 ആ ഒരു കാലഘട്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പാരന്റ്സ് കുറച്ചും കൂടി ബോധറാണ്. അന്നത്തെ ഈ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ അത്ര എന്താ പറയാ നോളജോ വിദ്യാഭ്യാസം ഉള്ള ഒരു പാരന്റ്സ് ആയിരുന്നില്ല. പിന്നെ ഇവൾക്ക് ശേഷം ഒരു ചെറിയൊരു അനിയൻ ഉണ്ടായിരുന്നു. അവൻ ജനിച്ചപ്പോഴേ മുതലേ ഹാർട്ടിന് അസുഖമായിട്ട് ജനിച്ചതാണ്. അതൊരു കൂടുതലും ആൺകുട്ടി ആയതുകൊണ്ടും പിന്നെ എന്താ പറയാ അവന് വയ്യാത്തത് കൊണ്ടും അവനെയാണ് കൂടുതൽ അറ്റൻഷനും കെയർ ഒക്കെ കൊടുത്തിരുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ണിന് ഈ ഒരു പ്രശ്നം അവൾക്ക് വന്നു. കുറച്ച് നാളിനുള്ളിൽ തന്നെ അവളുടെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. പിന്നെ അവള് ഞങ്ങളുടെ ഒപ്പം, എന്റെ ഒപ്പം പഠിക്കാനൊന്നും വന്നില്ല. കാരണം നോർമൽ സ്കൂളിൽ കൊണ്ടുവരാന്നുള്ളത് അവന്റെ വീട്ടുകാരെ സംബന്ധിച്ച് വളരെ ടാസ്ക് ആണ്. അവളുടെ അച്ഛൻ മാത്രമാണ് പുറത്ത് ജോലിക്ക് പോകുന്നത്. അമ്മ ഇപ്പോഴും അനിയന്റെ ഒപ്പമാണ്, അനിയന് വയ്യാത്തതുകൊണ്ട്. അപ്പൊ ഇവളെയും പഠിത്തം വീട്ടില് നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോഴും കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം അവൾ എന്ത് ചെയ്താലും കാഴ്ച ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെടുത്താലും അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് സഹാക്കന്മാരുണ്ട്, നമ്മള് പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു. അപ്പൊ അവര് ഇടപെട്ട് ഇവളുടെ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്തു പഠിക്കാൻ വേണ്ടിയിട്ട്. സ്പെഷ്യൽ സ്കൂളിൽ അവള് പോയത്, സ്പെഷ്യൽ സ്കൂളിൽ വിട്ടു. ഞാൻ 4th പഠിക്കുമ്പോഴാണ് അവള് 2nd ജോയിൻ ചെയ്തത്. 2 ക്ലാസ്സിൽ വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിൽ. പിന്നെ 2nd സ്റ്റാൻഡേർഡ്, അവള് 2nd സ്റ്റാൻഡേർഡ്, ഞാൻ 4th ഞാൻ +2 പാസ് ഔട്ട് ആവുമ്പോ അവള് 10th പാസ് ഔട്ട് ആവാണ്. ആ സ്കൂളിൽ തന്നെയാണ്. അതുകൊണ്ട് അവളുടെ ബ്രെയിൻ ഈ ബുക്ക് ഉണ്ടല്ലോ, ബ്രെയിൻ ലിപിയില് ഒരു സൂചി പോലത്തെ ഒരു സംഭവം കുത്തിയാണ് അവർ എഴുതുന്നത്. അപ്പൊ അത് ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്, ടച്ച് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല. എനിക്ക് ജസ്റ്റ് ഇവിടെ വന്നപ്പോ ഭയങ്കര പൊട്ടി. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ അലർജിയുടെ ചെറുതായിട്ടുണ്ട്. അതാണ്. അപ്പോ ഞാനിങ്ങനെ ലിപിയൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അവള് നമ്മളുടെ ടച്ച്
ചെയ്ത് മനസ്സിലാക്കും. ഞാൻ കൈയൊക്കെ ടച്ച് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ആരാന്ന് പറയും. ഞാൻ ജസ്റ്റ് അവളുടെ അടുത്ത് ഞാൻ കൈ കൊടുത്തു കഴിഞ്ഞാല് ഞാൻ അമ്മു എന്ന് പെട്ടെന്ന് അവള് പറയും. വീട്ടിൽ വിളിക്കുന്ന പേരാ. അത് അവൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും ഞാനാണ്. നമ്മള് സംസാരിച്ചില്ലെങ്കിലും നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് അവൾക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ അവള് നന്നായിട്ട് പാട്ട് പാടും. നന്നായിട്ട് പാട്ടൊക്കെ പാടും. പ്ലസ് 10th പാസ് ഔട്ട് ആയി. 10th പാസ് ഔട്ട് ആവുമ്പോൾ അവൾക്ക് 7 A+ ഉണ്ട്. +1 +2 അതേ സ്കൂളിൽ തന്നെയാണ് അവൾ പഠിച്ചത്. പിന്നെ ഡിഗ്രി ചെയ്തത് സെന്റ് സേവിയേഴ്സ് ആണ്. സെന്റ് സേവിയേഴ്സ് വുമൻസ് കോളേജ് ഉണ്ട്, അവിടെയാണ് ഡിഗ്രി ചെയ്തത്. അത് കഴിഞ്ഞ് അവള് BEd എടുത്തത് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലാണ്. ഇപ്പൊ അവള് വർക്ക് ചെയ്യുന്നത് അതേ സ്കൂളിൽ ടീച്ചറായിട്ടാണ്. സ്പെഷ്യലി ഇംപവർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ, കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറായിട്ടാണ് അവള് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ സ്ഥിരമായിട്ട് ഞങ്ങൾ കാണാറില്ല. ടീച്ചറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആള് ഭയങ്കര ബിസിയാണ്. അവിടെ തന്നെയാണ് സ്റ്റേ. അവളെ പഠിപ്പിച്ചതും എല്ലാം ഇവരുടെ ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ചതും കാര്യങ്ങളൊക്കെ. വീട്ടുകാരുടെ അധികം ചെലവൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു ഏജിൽ തന്നെ അവള് ആ ഒരു സ്കൂളിലേക്ക് മാറി. ട്രാൻസ്ഫർ വെക്കേഷന് മാത്രമായിരുന്നു നമ്മള് വീട്ടിലേക്ക് വന്നിരുന്നത്. പിന്നെ ഇവരെ സംബന്ധിച്ചും വീട്ടുകാരെ സംബന്ധിച്ചും പെൺകുട്ടിയാണ്, കാഴ്ചക്ക് പ്രശ്നം, ഭയങ്കര ബോധറായിരുന്നു. ഇങ്ങനെ ബാധ്യതയാവോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം അവള് ജോലി ചെയ്തിട്ട് സാലറിന്ന് 50% ഫാമിലിക്ക് വേണ്ടിയിട്ട് അവൾ കൊടുക്കുന്നുണ്ട്. അപ്പോ അന്ന് അവിടെ പഠനം നിർത്തി ആ വീട്ടിൽ മാത്രമായിട്ട് ഒതുങ്ങി കൂടിയിരുന്നെങ്കിൽ ഒരിക്കലും അവൾ ഇന്ന് വിചാരിക്കുന്ന പോലെ അവൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അവളുടെ ഫോണും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. വോയിസ് മോഡിലാണ് ഫോൺ ഓപ്പൺ ആകുന്നത്. ജസ്റ്റ് അവിടെ സംസാരിക്കുകയാണ്, ഫോൺ ഓപ്പൺ ചെയ്യാൻ പറയാണ്, അല്ലെങ്കിൽ ഇന്ന ആളെ കോൾ ചെയ്യാൻ പറഞ്ഞ ഫോൺ എടുത്ത് ഫോണിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് തനിയെ കോൾ ചെയ്യും. അതേപോലെ തന്നെ എന്താണ് വാച്ച്, സ്മാർട്ട് വാച്ചും ഇതേപോലെ തന്നെ അവൾ പറയുന്നതിനനുസരിച്ച് റിപ്ലൈ കൊടുക്കും. ന്യൂസ്, അങ്ങനെ ന്യൂസ് വെക്കാൻ പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് വെക്കും. അവളുടെ കയ്യിൽ ഇപ്പൊ അത്യാവശ്യം നല്ല എന്താ പറയാ ടെക്നോളജി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ ലാസ്റ്റ് കണ്ടത് 2018 കേട്ടോ. ഞാൻ അവളെ ലാസ്റ്റ് ആയിട്ട് കണ്ടത് 2018 അപ്പോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇൻഫർമേഷൻസ് മാത്രമാണ് പാസ് ചെയ്യുന്നത്. കാരണം ഞാൻ മാരേജ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. അപ്പോ കൂടുതൽ ഡീറ്റെയിൽസും ഒന്നും അങ്ങനെ കാണാറില്ല. സ്ഥിരം അവള് വരുന്ന സമയത്ത് ഞാൻ ആ വീട്ടിലുണ്ടാവില്ല. 1 മിനിറ്റ്. ഹെൽത്തി ഹാബിറ്റ്സ് സോങ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരണം കേട്ടോ. അപ്പോ അവളെ കണ്ടിട്ട് ഞാൻ പറയും 2018 ഞാൻ ലാസ്റ്റ് കാണുന്നത്. ഫ്ലഡിന്റെ ടൈമിലാണ് കാണുന്നത്. അപ്പോ അവള് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ആ ടൈമാണ്. BEd ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവളുടെ കയ്യിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഫോണും കാര്യങ്ങളൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഇതൊക്കെ സ്പോൺസേഴ്സ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പോൺസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഫോൺ ആയാലും അതേപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് വാച്ച്, അത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് വാച്ച് അല്ല, അത് കുറച്ച് വ്യത്യാസമുണ്ട്. കുറെ കാര്യങ്ങൾ അവരുടേതായ രീതിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള സ്മാർട്ട് വാച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അന്ന് ആ ഒരു വീട്ടില് കാഴ്ച പരിമിതിയുടെ പ്രശ്നം പറഞ്ഞ് എവിടെയും പോവാതെ ഒതുങ്ങിക്കൂടിയിരുന്നെങ്കിൽ, ചെയ്യാതെ പഠിക്കാണ്ട് പിന്നീട് പഠിക്കാണ്ട് ഒരിക്കലും അവള് ആ ഒരു ലെവലിലേക്ക് എത്തില്ലായിരുന്നു. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നുണ്ട് ഇന്ന് ഈ ഒരു സന്തോഷം. കാരണം ഞാനും വിഷമിച്ചിട്ടുണ്ട്. കാരണം കൂടെ വരുന്നില്ല. എല്ലാ ദിവസവും നമ്മളുടെ ഒപ്പം നമ്മളുടെ കയ്യിൽ പിടിച്ച് ക്ലാസ്സിൽ പോയിരുന്ന ഒരു കൂട്ടുകാരി ഒരു ദിവസം അവളുടെ വീട്ടിൽ ചെല്ലുമ്പോ പറയാണ് അവള് നാളെ മുതൽ വരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല വിഷമാവും അല്ലേ.
ആ ഒരു വിഷമത്തിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. നല്ല സന്തോഷമാണ്. ഇപ്പൊ അന്നൊക്കെ അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാണെങ്കിൽ ഇന്ന് എനിക്ക് അവളെ കുറിച്ച് പറയുമ്പോൾ നല്ല അഭിമാനമാണ്. കാരണം പ്രൗഡാണ്. കാരണം അവളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റി. അപ്പൊ ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ എൻവയറമെന്റ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിൽ റീഡ് ചെയ്യാം. ഓക്കെ, അപ്പോ മാം ഇത് പറഞ്ഞോ. ആൽഫബറ്റിന് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്താ പറഞ്ഞത്? ക്ലിയർ ആയിട്ട് കേട്ടില്ല. ഏതാണ് സാൻഡ് പേപ്പർ ആൽഫബറ്റ് സബ്മിറ്റ് ചെയ്യുന്നത്? ആ ആ 30th ജൂൺ ആണ് കേട്ടോ. 13th ജൂണോ? ആ. ഇന്നിപ്പോ 16 ആയില്ലേ? ഇങ്ങനെ 2 weeks മുമ്പ് തന്ന ആക്ടിവിറ്റി അല്ലേ? ആ 2 weeks 13th ജൂൺ. 2 weeks ആക്ടിവിറ്റിക്ക് കൊടുക്കാറുള്ളൂ. കാരണം ലാസ്റ്റ് മിക്സ് തന്നതല്ലേ. എന്തായാലും ആ 2 weeks അടുപ്പിച്ച് തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പറ്റുന്ന അനുസരിച്ച് ചെയ്യാം. നമ്മൾ ഈ വൈവയുടെ മാർക്ക് ഇതൊക്കെ അനുസരിച്ച് ഡിപ്പെൻഡഡ് ആണ്. അപ്പൊ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, ചെയ്യാൻ ആക്ഷൻ സോങ് മലയാളം ഇംഗ്ലീഷാ? ഇംഗ്ലീഷാണ് വരുന്നത്. നമ്മളെ മോണ്ടിസോറി മെത്തേഡ് നമ്മൾ കൂടുതൽ കുറച്ചും കൂടി ഫോക്കസ് എടുക്കേണ്ടത് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഓക്കെ. സോ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ആരുമില്ല. താങ്ക് യു ഓൾ. നമ്മുടെ ക്ലാസ്സില് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സിനെ കുറിച്ചിട്ടുമാണ് പറഞ്ഞത്. ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.